ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ടെലഗ്രാം ആപ്പ് നമ്മൾ ഫോണിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ടെലഗ്രാം വെബ് അല്ല, ടെലഗ്രാം ആപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ടെലഗ്രാമിൻ്റെ വെബ്സൈറ്റിൽ പോവുക. telegram.org എന്ന വെബ്സൈറ്റിൽ പോവുക. ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഡിസൈൻ വരിക. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നേരെ ഈ ഒരു വെബ്സൈറ്റിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ആൻഡ്രോയിഡിന് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം, iOSന് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം എന്ന ഓപ്ഷൻസ് കാണാം. അതോടൊപ്പം തന്നെ താഴെ ടെലഗ്രാം ഫോർ PC എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. ആ ടെലഗ്രാം ഫോർ PC എന്നിട്ടുള്ള അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് ടെലഗ്രാം എന്നൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി പറ്റും. അവിടെ നമുക്ക് കാണാം ഗെറ്റ് ടെലഗ്രാം ഫോർ വിൻഡോസ് എന്നൊരു ഓപ്ഷൻ. അതിന് താഴെ ഒരുപാട് ഓപ്ഷൻ കാണാം. നമ്മൾ ഗെറ്റ് ടെലഗ്രാം ഫോർ വിൻഡോസ് എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആപ്പ്. ഇത് ഡൗൺലോഡ് ആയി കഴിയുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമ്മളത് റൺ ചെയ്യുക. അപ്പോൾ റൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് നേരെ ഇവിടെ റൺ എന്നൊരു ഓപ്ഷൻ കാണാം. നമ്മുടെ ആപ്പ് ഓപ്പൺ ആയ ടൈമിൽ നമ്മുടെ ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഇംഗ്ലീഷ് കൊടുത്ത് ഓക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ എവിടെയാണോ ഡൗൺലോഡ് ആവേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ നെക്സ്റ്റ് കൊടുക്കുന്നത്, പാത്തെല്ലാം കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡെസ്ക്ടോപ്പിൽ ഒരു ഷോർട്ട് കട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ടിക്ക് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ വരില്ല. നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ഡെസ്ക്ടോപ്പിൽ. അപ്പോൾ നമ്മൾ ടിക്ക് കൊടുത്തിട്ട് നേരെ നെക്സ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നേരെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലൊക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. നമുക്ക് ഇൻസ്റ്റാൾ ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ശേഷം ലോഞ്ച് ടെലഗ്രാം എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം. നമ്മൾ നേരെ ഫിനിഷ് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഓട്ടോമാറ്റിക്കായിട്ട് ലോഞ്ച് ആവും ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുള്ള. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പ്. നമുക്ക് നേരെ സ്റ്റാർട്ട് മെസ്സേജിങ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, ഏത് നമ്പറിലാണോ നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് ഒരു കോഡ് വന്നിട്ടുണ്ടാകും, ഒരു OTP നമ്പർ വന്നിട്ടുണ്ടാകും. ആ ഒരു കോഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക തെറ്റാണ്ട്. ഇപ്പോൾ എൻ്റെ മൊബൈലിലോട്ട് വന്നിട്ടുള്ള ആ നമ്പറിനെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ കാണാം, നമ്മൾ നേരെ ആപ്പിലോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. ഞാൻ ഈ ഒരു ആപ്പ് ഒന്ന് മിനിമൈസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് നമ്മുടെ ആപ്പ്, ടെലഗ്രാം ആപ്പ്. എൻ്റെ ചാറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക്. ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചാറ്റ് ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ടെലഗ്രാം ആപ്പ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഈ വീഡിയോയുടെ താഴെയോ ഒക്കെ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് ചോദിക്കാം, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. വളരെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.